പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രമാത്രം മോശം അവസ്ഥയിലായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളം പൈപ്പിൽ കൂടെ ചീറ്റുന്നത്, 1 ഇഞ്ച് പൈപ്പ് കൂടെ 1.5 ഇഞ്ച് പൈപ്പ് കൂടെ ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ടിരിക്കുക. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ നാളെ ഞാനോ നിങ്ങളൊന്നും ജീവിച്ചിരിക്കുമോ പരസ്പരം കാണുമോ എന്നുള്ളൊരു കാര്യം പോലും പറയാനായിട്ട് പറ്റില്ല. അത്രയും വലിയ മാറ്റങ്ങളാണ് റീസെന്റ് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളായിട്ട് ഡാം തകർന്നേക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ വീഡിയോകൾ കണ്ടേക്കുന്നതാണ്. ഇവിടെ 2 മാസം മുമ്പ് വരെ ചൈനയിൽ വരെ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. പീഡിപ്പിക്കാനല്ല, പക്ഷെ ഒരു ജാഗ്രതയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലാണെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ തുടങ്ങാണ്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വിഷയം എല്ലാ മഴക്കാലത്തും നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. മഴ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും വീഡിയോകൾ ചെയ്യുകയും അല്ലെങ്കിൽ കമന്റുകൾ ഇടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിലും മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കാര്യമായിട്ട് പറയാറില്ല എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ ഒരു മഴക്കാലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലുണ്ടാവുന്ന മഴയെ കുറിച്ചും ഇവിടെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. എൻ്റെ നാടടക്കം പല ജില്ലകളിലും ഇത് ഡെയിലി മഴ പെയ്യുന്നുണ്ട്, കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നുണ്ട്, അത്രമാത്രം മഴ പെയ്യുന്നുണ്ട്, വെള്ളം കൺസ്യൂം ചെയ്ത് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാനായിട്ട് കേരളത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ഡാമിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും ഒറ്റയടിക്ക് കുത്തിയൊഴുകി വരാണെന്നുണ്ടെങ്കിൽ അത് വെറും വെള്ളം മാത്രമല്ല, ചെളിയും മണ്ണും മരങ്ങളും വസ്തുക്കളും മറ്റു സംഭവങ്ങളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളടക്കം എല്ലാം കൂടി കുത്തിയൊഴുകി വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അല്ലെങ്കിൽ സിമന്റിയുടെ പണിക്ക് ഞാനിവിടെ ചെല്ലുന്ന സമയത്തൊക്കെ അന്നേരത്തെ ഡാം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രമാത്രം മോശം അവസ്ഥയിലായിരുന്നു ഡാം. അതായത് വെള്ളം കണ്ടമാനം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളം പൈപ്പിൽ കൂടെ ചീറ്റുന്നത്, 1 ഇഞ്ച് പൈപ്പ് കൂടെ 1.5 ഇഞ്ച് പൈപ്പ് കൂടെ ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ടിരിക്കും. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മളുടെ വലിയ ഒരു തലവേദനയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്, ഏറ്റവും വലിയൊരു ന്യൂക്ലിയർ ബോംബാണ് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, ആരാണ് മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയെന്നും ഇതിന്റെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ഷോർട്ട് ബ്രീഫ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിന്റെ സമയത്ത് അന്ന് അവർ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം എന്ന് പറയുന്നത്. അന്ന് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യത്തിനായിരുന്നു. കേരളത്തിൽ ഒരുപാട് വെള്ളം ഉള്ളത് കൊണ്ടും തമിഴ്നാട്ടിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ടും തമിഴ്നാട്ടിലോട്ട് വെള്ളം ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം ജോൺ പെനിക്വിക് എന്ന് പറയുന്ന ഒരാള് ഡെവലപ്പ് ചെയ്യുന്നത്. പല തവണ കൺസ്ട്രക്ഷൻ ചെയ്യാൻ നോക്കി, ആ കൺസ്ട്രക്ഷൻ ഫെയിൽ ആയി പോയി. പിന്നീട് അയാൾ സ്വന്തം റിസ്കിൽ ഈ ഒരു ഡാം പണിതെടുക്കുകയും ആ ഡാമാണ് ഇന്ന് നമ്മൾ കാണുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് സംഭവിച്ചായിരുന്നു. പക്ഷെ റീസെന്റ് കേരളത്തിൽ നടക്കുന്ന ഒരു വലിയൊരു കാര്യം, അത് നിങ്ങളെല്ലാവരും അറിയണം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പാസ്സാക്കിക്കുന്നതെന്ന് പറയാം. தமிழ்நாட்டின் நீர் உரிமைகளை அரசு பாதுகாக்கும், மேலும் நீண்டகால நீர் பாதுகாப்பை வலுப்படுத்தவும் விவசாயிகளின் நலனை மேம்படுத்தவும் முல்லை பெரியார் அணையின் நீர்மட்டத்தை உயர்த்துதல், கோதாவரி காவேரி நதிநீர் இணைப்பு திட்டத்தை வேகமாக செயல்படுத்த வலியுறுத்தல் ஆகிய நடவடிக்கைகள் அரசு மேற்கொള്ളും. ടിവിക്ക് എന്ന് പറയുന്ന സർക്കാർ വന്നതിന് ശേഷം നമുക്കറിയാം കേരളം ഒരുപാട് ഉറ്റുനോക്കിയിരുന്നു, എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കുറേ ആളുകൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. കാരണം ടിവിക്ക് സർക്കാരിന്റെ അവർ കൊടുത്തേക്കുന്ന പ്രോമിസുകളിലുള്ള ഒരു പ്രോമിസ് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് കൂട്ടും എന്നുള്ളൊരു കാര്യമായിരുന്നു. അവർ വോട്ടിന്റെ സമയത്ത് ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്തു, ടിവിക്ക് സർക്കാർ ജയിക്കുകയും ചെയ്തു. വിജയ് എന്ന് പറയുന്ന ഒരു നടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അദ്ദേഹം എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു അവസ്ഥയെ വെച്ച് നോക്കിക്കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്നത് അനീതിയാണെന്നുള്ളൊരു കാര്യം ഞാൻ തുറന്നു പറയാണ്. കാരണം ഇപ്പൊ വന്നേക്കുന്ന നിയമത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ തന്നെ മുല്ലപ്പെരിയാറിൽ ഇതുവരെ ഉണ്ടായിരുന്ന നിയമത്തിനെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം ഒരു വലിയ ഡാമാന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ഒരു ഡാമിനകത്ത് 152 അടി വരെ വെള്ളം ഉയർത്താം എന്നുള്ളൊരു കാര്യമാണ് അതിന്റെ ഒരു ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ തീരുമാനം അനുസരിച്ച്, അതായത് ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡാമിനകത്ത് 136 അടി വരെയാണ് വെള്ളം സ്റ്റോർ ചെയ്യാൻ പാടൂ എന്നാണ് പഴയ നിയമം എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധി മറ്റൊക്കെ വന്നതിന് ശേഷം 2006 സുപ്രീം കോടതി വിധി അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 142 അടി വരെ ഈ ഒരു വെള്ളത്തിന്റെ തോത് ഉയർത്താം, അളവ് ഉയർത്താം എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയായിരുന്നു വന്നിരുന്ന ഒരു നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോടതി അനുവദിച്ചിരുന്ന ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ വെള്ളം തമിഴ്നാടിന് ഉപയോഗിക്കുകയും ചെയ്യാമെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ.
പക്ഷേ ഇപ്പോൾ TVK ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന അവർ പാസ്സാക്കിയിരിക്കുന്ന പുതിയ ബഡ്ജറ്റിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാമിലുള്ള നിലവിലുള്ള 142 അടി എന്നുള്ളത് 152 അടിയായി ഉയർത്തും എന്നുള്ളൊരു കാര്യമാണ് അവർ ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 152 അടി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇന്ന് വരെയുള്ള, അതായത് ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതിയാണ് 2026, ഇന്നുള്ള ഈ ഡാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 121 അടി 122 അടിയുടെ ഇടയിലാണ്. ഈ പറയുന്ന ഡാമിന്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതുവരെ വന്നേക്കുന്ന വെള്ളത്തിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനിയും ഒരു 30 അടിയോളം കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന ജലത്തിന്റെ തോത് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് ആ ജലമെല്ലാം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ TVK സർക്കാർ വലിയൊരു പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ടേക്ക് വന്നേക്കുന്നത്. ഇത് കേരളത്തിന് എത്രയധികം ബാധിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിന് കിട്ടാൻ പോകുന്ന കൊട്ടെന്ന് പറയുന്നത് ചെറിയൊരു കൊട്ടൊന്നല്ല, പണി എന്ന് പറയുന്നത് വലിയ പണിയാണ്. നമുക്കറിയാം ഇപ്പോൾ സുപ്രീം കോടതി പല നിയമങ്ങളും തമിഴ്നാടിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിക്ക് പാസ്സാക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളുണ്ട്, ഒരുപാട് ഡിസിഷൻസ് ഉണ്ട്, കേരളത്തിലുള്ള ഒരുപാട് പോരായ്മകളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ അതിനകത്ത് എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഇതുപോലെ നീണ്ടുപോകുന്ന ഒരു കേസ് നമുക്ക് വേറെ ഏതെങ്കിലും പറയാനായിട്ട് പറ്റുമോ? എത്ര കാലമായി ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ചൊല്ലി നമ്മൾ ഈ ഒരു കേസും മറ്റു കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ പറയുന്ന ഡാമിന്റെ കപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ആഘാതത്തിനെ കുറിച്ചൊന്നും നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട് ഗവൺമെന്റിനും അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതിക്കൊന്നും യാതൊരു ചിന്തയില്ലേ? ഞാൻ ഇതുവരെയുള്ള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്വൈസറി കമ്മിറ്റി, അതായത് ഈ സുപ്രീം കോടതി ഒരു വലിയൊരു കമ്മിറ്റിനെ രൂപീകരിച്ചു. അതായത് ഡാമിന്റെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് എന്താണ് ഡാമിന്റെ അവസ്ഥ എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ അത് പഠിക്കാനുമായിട്ട് ഒരു കമ്മിറ്റിനെ രൂപീകരിച്ചു. ആ കമ്മിറ്റി പറയുന്ന കാര്യമാണ് സുപ്രീം കോടതി ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചേക്കുന്നത്. കമ്മിറ്റി പറയുന്ന കാര്യം ഇങ്ങനെയാണ്, കുറച്ച് സ്ട്രെങ്തനിങ് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഡാമിന് വേണ്ട കുറച്ച് ശക്തിപ്പെടുത്തലുകൾ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ, അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാമിന്റെ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 142 അടിയായിട്ട് ഉയർത്താം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്സ്ട്രീം സൈഡ് അവിടെ എപ്പോഴും വെള്ളമാണ്. 100 വലിയ വേനൽക്കാലത്ത് ഒരു 105 അല്ല 106 അടി വരെ താഴും. ആ സമയത്ത് അതുവരെയുള്ള എല്ലാവരും പ്ലാസ്റ്റർ ചെയ്തൊക്കെ ബോട്ടിൽ പോയി പ്ലാസ്റ്ററിംഗ് ഒക്കെ നടത്തി ഫിനിഷ് ചെയ്യുന്നുണ്ട്. അല്ലാതെ മേജർ വർക്കൊന്നും ഫ്രണ്ട് സൈഡ് അല്ല അപ്സ്ട്രീം സൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യാനും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്രമാത്രം മോശം അവസ്ഥയിലായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളം പൈപ്പിൽ കൂടെ ചീറ്റുന്നത്, 1 ഇഞ്ച് പൈപ്പിൽ കൂടെ 1.5 ഇഞ്ച് പൈപ്പിൽ കൂടെ ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അത് പോരാഞ്ഞിട്ട് 142 നിന്ന് വീണ്ടും 10 അടി വെള്ളം കൂട്ടാനായിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ തീരുമാനിച്ചേക്കുന്ന അവരുടെ ആഗ്രഹം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ കൂട്ടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഒരു വെള്ളം ഉയർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മിറ്റിയുടെ ഒരു വാക്കും കേട്ടുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കുമോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ നമുക്കറിയാം ഒരു ഡാം ഒരു നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ആ ഡാമിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നതും അതിന്റെ ഗുണവും ദോഷവും അനുഭവിക്കുന്നത് അതാത് സ്റ്റേറ്റുകൾ തന്നെയായിരിക്കും. അതിന്റെ ഡിസ്ക്രിമിനേഷനും അതിന് എത്ര അടി വെള്ളം വേണം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കേണ്ടതും ഒരു സ്റ്റേറ്റ് തന്നെ ആവണം. പക്ഷേ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ചെയ്തു വെച്ചേക്കുന്ന കുറേയധികം നിയമങ്ങൾ കൊണ്ടും കുറേയധികം കോൺട്രാക്റ്റുകളുടെ ബേസിസിലും നമുക്കറിയാം ഇപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇതിന്റെ തീരുമാനം ഡിസിഷൻ മേക്കിംഗ് പവർ എല്ലാം ഇരിക്കുന്നത് തമിഴ്നാട്ടിന്റെ കയ്യിലാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എന്ത് ന്യായമാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. 136 അടിയിൽ നിന്നിരുന്ന ആ ഒരു വലിയ ഡാം 100 കൊല്ലത്തിന് ശേഷം 142 അടിയായിട്ട് ഉയർത്താം എന്നുള്ളൊരു കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ അതും പോരാഞ്ഞ് വീണ്ടും 10 അടി കൂട്ടിക്കൊണ്ട് 152 അടിയായിട്ട് ഉയർത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പാടുള്ള ഒരു കാര്യമല്ല. ഇപ്പോഴത്തെ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചകളും മറ്റൊക്കെ നടത്തുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും 152 അടിയായിട്ട് ഉയർത്തില്ല, അതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്ര കാലമായി ഈ ഒരു ചർച്ച തുടങ്ങിയിട്ട്? ഈ ഒരു ചർച്ച തുടങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റം കേരളത്തിന് സംഭവിച്ചിട്ടുണ്ടോ? കേരളം എന്നും ഈ ഒരു ഭീതിയുടെ പേരിൽ എല്ലാ മഴക്കാലത്തും ഈ ഒരു ഭീതി പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് കേരളത്തിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. ഇതുവരെ TVK സർക്കാർ വന്നതിന് ശേഷം പുതിയൊരു ഡാം പണിയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ പണിയാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ കൃത്യമായിട്ട് അവിടെ എടുത്തേക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. പുതിയൊരു ഡാമിനെ കുറിച്ച് കേരളം സ്വപ്നം കാണണ്ട, ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് TVK സർക്കാർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വന്നേക്കുന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പൊ വന്നേക്കുന്ന ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് പേടിപ്പെടുത്താനോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. ഒന്ന് ചിന്തിച്ചു നോക്കാം, 100 വർഷം കഴിഞ്ഞേക്കുന്ന ഒരു ഡാം
ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയുന്നത് തന്നെ 100 വർഷത്തോളാണ് അല്ലെ. അതിന് താഴെയാണ് ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയാൻ പറ്റുക. പല കാരണങ്ങൾ കൊണ്ടും കേരളം എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രത്യേകതരം വെതർ കണ്ടീഷനുള്ള ഒരു ട്രോപ്പിക്കൽ ഏരിയ ആണ് കേരളം എന്ന് പറയുന്നത് അല്ലെ. വെസ്റ്റേൺ ഗട്ട്സിനാൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സ്ഥലം തന്നെയാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഞാൻ പണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോയിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാടധികം ഇഷ്യൂസുകൾ റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ടും മറ്റ് പ്രശ്നങ്ങളെല്ലാം വരുന്ന ഒരു സാഹചര്യത്തിലാണ് 100 വർഷം കഴിഞ്ഞിട്ടും ഒരു ഡാം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ലോകത്ത് നമുക്കറിയാം പല രാജ്യങ്ങളായിട്ട് ഡാം തകർന്നേക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ വീഡിയോകൾ കണ്ടേക്കുന്നതാണ്. ഇവിടെ 2 മാസം മുമ്പ് വരെ ചൈനയിൽ വരെ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഫ്ലഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയധികം സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടായിട്ട് പോലും ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അല്ലെ. ഒരു ഡാമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് കേരളം അതോട് തീർന്നു. കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടേക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടായിരുന്നു, എല്ലാ വർഷവും ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം കേരളം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്ലൈമറ്റുകളോട് ഭയങ്കരമായിട്ട് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് സ്ലൈഡ് വരും, മണ്ണിടിച്ചിൽ വരും. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ 152 അടിയായിട്ട് ഞങ്ങൾ ഉയർത്തും എന്നുള്ളൊരു കാര്യം TVK സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ കോടതിയാണെങ്കിലും ആര് തീരുമാനിക്കുന്ന സമയത്ത് കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ ഭയപ്പാടിന് യാതൊരു വിലയും കൊടുക്കുന്നില്ലേ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്യുന്ന എന്നെ ഇതൊരു പക്ഷെ ബാധിക്കില്ലായിരിക്കാം. കാരണം ഞാൻ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നതെന്ന് വെക്കുക. പക്ഷേ കേരളത്തിന്റെ ഒരു ഒട്ടുമിക്ക ഭാഗങ്ങൾ തകർന്നതിന് ശേഷം നമ്മൾ മാത്രം ജീവിച്ചിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഉണ്ടാവും. കാരണം കേരളത്തിലുള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ അത്രയും വലിയ സംസ്ഥാനമൊന്നുമല്ല, ഒരു സാധാരണ ഒരു സംസ്ഥാനമാണ്, കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു വലിയൊരു നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. തമിഴ്നാട് സർക്കാർ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കേരളത്തിലാണ് ഈ ഡാം ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ ഈ സമയത്ത് പറയാണ്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്തിന്റെ ഒരു മാസമാണ്. നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല. പക്ഷെ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ മഴയുടെ തോത് ഭയങ്കരമായിട്ട് കൂടിയേക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഈ ഒരു ഭീതിയായിട്ട് മുന്നോട്ടേക്ക് പോയാൽ മതിയോ എന്നുള്ളൊരു കാര്യം തമിഴ്നാട് സർക്കാർ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിലാണ്, ഗവൺമെന്റിന്റെ തീരുമാനമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തമിഴ്നാട് സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 152 അടിയായിട്ട് ഉയർത്തും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞേക്കുന്ന കാര്യം നടത്താനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷേ കേരളം ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അവിടെ VD സതീശൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ഫുൾ ടീം അതിന് വേണ്ടിയിട്ട് കേരള ജനതയുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം എല്ലാവരുടെയും ഒരു പ്രതികരണം ഈ ഒരു കാര്യത്തിനകത്ത് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം ഞാൻ ഈ സമയത്ത് കൃത്യമായിട്ട് പറയുകയാണ്. കാരണം ഇത് കേവലം ഇടുക്കിനെയോ അല്ലെങ്കിൽ കോട്ടയത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല, മൊത്തം സംസ്ഥാനത്തിന്റെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്.